ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിൽ 11-ാം ദിവസത്തിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ദൈവം തന്റെ നാമമഹത്വത്തിനായി തന്റെ മക്കളെ ശേഖരിക്കുന്ന അനുഗ്രഹപ്രദമായ ഒരു വചനമാണിത്. 3 അനുഭവങ്ങൾ നമുക്ക് വേഗത്തിൽ ധ്യാനിക്കാം. 1, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സർവശക്തനായ ദൈവം ഭയപ്പെടേണ്ട എന്ന് വാഗ്ദത്തം നൽകുന്ന 365ഓളം വാക്യങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഭയപ്പെട്ട് ജീവിക്കുക അത് നമ്മുടെ ജീവിതത്തിന്റെ താളത്തെ തന്നെ തെറ്റിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം, സന്തോഷമെല്ലാം നമ്മുടെ ഭയമാണ്. നമ്മുടെ ഈ ഭയപ്പാടുകളാണ് ഇല്ലാതാക്കി കളയുന്നത് എന്ന് മനസ്സിലാക്കുക. ഏദനിൽ സംഭവിച്ചതും അത് തന്നെയാണ്. ദൈവത്തോടൊപ്പം നടന്ന മനുഷ്യൻ വൃക്ഷത്തിന്റെ കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം കഴിച്ചതിന് ശേഷം ഭയപ്പെട്ട് അവർ ഒളിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ഭയപ്പാടുകൾ നമ്മെ വേട്ടയാടുന്നുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പും ധൈര്യവും വാഗ്ദത്തവും ഈ വചനത്തിൽ വ്യക്തമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവഭൂമിക്കും നാഥനായ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ദൈവം തന്നെ പറയുമ്പോൾ ഈ ലോകത്ത് ആര് പറയുന്നതിനേക്കാളും ഉറപ്പോടെ അതിനെ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ ലോകത്തിൽ മനുഷ്യൻ പറയുന്ന വാക്കുകൾ മാറ്റി പറഞ്ഞേക്കാം. തീർച്ചയായും അത് സ്ഥായിയായിട്ടുള്ള വാക്കുകൾ അല്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. കർത്താവ് ഇപ്രകാരം പറയുന്നു, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് പകരം വയ്ക്കാൻ മറ്റാരുമില്ല. അതുപോലെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്, കർത്താവിന്റെ വാക്കുകൾക്ക് പകരം വയ്ക്കുവാനോ മാറ്റി പറയുവാനോ സർവശക്തനായ ദൈവം ഒരു മനുഷ്യനല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്പോൾ ഏതവസ്ഥയിൽ തന്നെ ഏതവസ്ഥയിലായിരുന്നാലും ഭയപ്പെടാതെ ദൈവം കൂടെയുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടും വിശ്വാസത്തോടും മുൻപോട്ട് ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. രണ്ടാമതായി ഇവിടെ പറയുന്നത്, നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും എന്നാണ്. ദൈവത്തിന് നീ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് ഒരു തടസ്സമേ അല്ല. ദൈവത്തിന് നീ ഈ ഭൂമിയിൽ എവിടെയൊക്കെ ചിതറിക്കിടക്കുന്നു എന്നുള്ളത് ഒരു തടസ്സമേ അല്ല. സർവശക്തനായ ദൈവം നീ എവിടെയായിരുന്നാലും നിന്നെ തന്റെ നാമമഹത്വത്തിന് വേണ്ടി ശേഖരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഇവിടെ നൽകുന്നത്. പ്രിയമുള്ളവരെ, പല വിധത്തിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ജീവിത അവസ്ഥകളുമായിട്ടാണ് ഓരോ ദിവസവും നാം കഴിച്ചു കൂട്ടുന്നത്. നമ്മുടെ ചിന്തകൾ തന്നെ പല മേഖലകളിലേക്ക് ചിതറിക്കിടക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ പല വിധത്തിലുള്ള അനുഭവങ്ങളിലായിരിക്കുന്നു, അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലകളിലായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ വിവിധങ്ങളാകുന്ന ആവശ്യങ്ങളുടെ മധ്യേ തന്നെ നമ്മെ വേട്ടയാടുന്ന പ്രതിസന്ധികൾ പോലും പല മേഖലകളിൽ നിന്ന് അനുഭവങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇത്തരം ചിതറപ്പെട്ട അവസ്ഥകളിൽ നമ്മുടെ മനസ്സ് വ്യത്യസ്ത തലങ്ങളിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ നാം നേരിടുമ്പോൾ, ടെൻഷനിലാകുമ്പോൾ, വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഇത് നമ്മെ വേട്ടയാടുമ്പോൾ നമ്മുടെ ഹൃദയം ചിന്നിപ്പോകുന്നു, ചിതറിപ്പോകുന്നു. നമ്മുടെ ചിന്തകൾ ഒന്നിലോട്ട് കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത വിധം ചിതറപ്പെട്ട അവസ്ഥയിലാകുന്നു. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നത് ഇപ്രകാരമാണ്, കിഴക്കായാലും പടിഞ്ഞാറായാലും നിന്നെ അവിടെ നിന്ന് ശേഖരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകുകയാണ്. ചിതറിക്കിടക്കുന്ന നിന്റെ ചിന്താഭാരങ്ങളെയും തകർന്നുപോയ നിന്റെ തകർന്നു ചിന്നിക്കിടക്കുന്ന നിന്റെ ജീവിത അവസ്ഥകളെയും ഒന്നുകൂടെ എടുത്തൊരുക്കി വെച്ച് ശേഖരിച്ച് അതിനെ ക്രമത്തിലാക്കുവാൻ ഈ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നാണ് ഈ വചനം നൽകുന്ന ഉറപ്പ്. വ്യത്യസ്ത ചിന്താഭാരങ്ങളിൽ, ജീവിതത്തിന്റെ വ്യത്യസ്തമായ തകർച്ച മേഖലകളിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ നീ? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇപ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ജീവിതത്തെ ഞാനിതാ ശേഖരിക്കുവാനായി തുടങ്ങുന്നു.
അത്തരത്തിലൊരു വാഗ്ദത്തം നൽകുന്ന ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് കഴിയണം, അടുത്തു വരുവാനായിട്ട് കഴിയണം. ഈ ലോകത്തെ നമുക്ക് മറക്കാം, ദൈവത്തിന്റെ സന്നദ്ധിയിൽ വിനയപ്പെടാം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഭയപ്പെടേണ്ട എന്ന വാഗ്ദത്തം നൽകി ആ വാക്ക് പാലിച്ച് ഞങ്ങളെ നടത്തുന്ന സർവശക്തനായി അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. ഉദ്ധിതനായ ക്രിസ്തു അവിടുത്തെ ശിഷ്യഗണങ്ങൾക്ക് ഭയപ്പാടിന്റെ നടുവിൽ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനമെന്ന് ആശംസിച്ചതുപോലെ ഞങ്ങളും ഭയപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിത മേഖലകളുടെ മേൽ അങ്ങ് വന്നരുളി ഞങ്ങൾക്ക് സമാധാനം നൽകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം പല വിധത്തിൽ ചിതറിക്കിടക്കും, അവയെ ശേഖരിച്ച് ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് ശക്തനാണല്ലോ. അപ്രകാരം നിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങളെ വീണ്ടെടുക്കണമെന്ന് ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുയേശു മുഖാന്തരം യാചിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ.